ഇടവക സമൂഹത്തിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഫാദർ ജോസഫ് കോയിക്കലിന് നാടിന്റെ ആദരാഞ്ജലി. ഇടുക്കി രൂപതയിലെ മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി പള്ളി വികാരി ഫാദർ ജോസഫ് കോയിക്കലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ ഇടവക സമൂഹവും നാടും. ഇന്നലെ പകൽ 12 മണിയോടെ നെല്ലിമറ്റത്തിന് സമീപം കുഴഞ്ഞു വീണായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഭൗതിക ശരീരം കുമ്പൻപാറ ഫാത്തിമമാതാ ഫൊറോന പള്ളിയിൽ സംസ്കരിച്ചു. മുരിക്കുംതൊട്ടി ഇടവക സമൂഹത്തിന്റെയും ഹൈറേഞ്ചിനെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഫാദർ ജോസഫ് കോയിക്കലിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നത്. 43 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാഴക്കുളത്തു നിന്നും മടങ്ങുന്നതിനിടയിൽ ഇന്നലെ പകൽ 12:30 നെല്ലിമറ്റത്തിന് സമീപം വെച്ച് ഫാദർ ജോസഫ് കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. 1 വർഷം മുമ്പാണ് ഫാദർ ജോസഫ് കോയിക്കൽ മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി പള്ളിയിൽ വികാരിയായി ചുമതലയേൽക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇടവക ജനങ്ങളുടെയും പ്രദേശവാസികളുടെയും പ്രിയങ്കരനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പ്രാർത്ഥനകളിലും ആശ്വാസവാക്കുകളുമായി എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന പ്രിയ വൈദികന്റെ വേർപാട് ഇടവക സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി. ഇന്നലെ രാത്രി മുതൽ മുരിക്കുംതൊട്ടി പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ 100 കണക്കിന് വിശ്വാസികളും പ്രദേശവാസികളുമാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാവിലെ 9 മണിയോടെ ഭൗതിക ശരീരം വിലാപയാത്രയായി കൂമ്പൻപാറ ഫാത്തിമമാതാ ഫൊറോന പള്ളിയിലേക്ക് എത്തിച്ചു. ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം 3 മണിക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമാപന ശുശ്രൂഷകളും സംസ്കാര ചടങ്ങുകളും നടത്തി. പ്രിയപ്പെട്ട വികാരിയച്ഛന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. സിറ്റി വിഷൻ രാജകുമാരി.